ഇപ്പൊ കുറെ സ്കാംസും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. കുറെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പുണ്ടച്ചികൾ കുറെ പേര് അതും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളുടെ ഇതിനകത്തൊന്നും നിങ്ങളുടെ പൈസ ഒന്നും കൊണ്ട് ഫിനാൻഷ്യലി ഡൗൺ ആകും. നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലാസ്റ്റ് 24 hours ലൈവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവനോട് ഞാൻ പറയുന്നുണ്ട്, എടാ നീ പോയി കിടന്ന് ഉറങ്ങ്, നീ ഫുൾ ടൈം ഇവിടെ ഉണ്ടല്ലോ, നിനക്ക് ഇത് തന്നെയാണോ പണി എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഗെയിമേഴ്സിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ് ഈഗിൾ ഗെയിമിംഗ്. ഈഗിളിന്റെ ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ചിലപ്പോൾ അറിയാമായിരിക്കും. പ്രത്യേകിച്ച് ഒരു 27-28 വയസ്സിനിടയ്ക്കുള്ള ആളുകൾക്കെല്ലാം ഈഗിളിനെ അറിയാം. ഇനി ചിലപ്പോൾ അറിയാത്തവരും കാണും കേട്ടോ. എന്ന് വെച്ച് ഇതൊരു 28-29 വയസ്സ് ഇടയ്ക്ക് പ്രായമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ അല്ല ഞാൻ ഈ ചെയ്യുന്നത്. അവരുടെയൊക്കെ പാരന്റ്സിനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇത് ഞാൻ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല. ഒരു 2 ദിവസം മുമ്പ് ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന വ്യക്തി ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവ് ഒരുപാട് ആളുകളൊന്നും കണ്ടിട്ടില്ല. ഏകദേശം 1.5 ലക്ഷം ആളുകൾ എന്തോ കണ്ടിട്ടുള്ളൂ. സാധാരണ ഈഗിളിന്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഈഗിളിന്റെ ഒരു ലൈവ് ഒക്കെ വന്ന് അത് വീഡിയോ ആയിട്ട് യൂട്യൂബിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ കാണുന്നതാണ്. പക്ഷെ ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈഗിളിന്റെ ആ ഒരു ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. അതപ്പോൾ കുറച്ച് ആളുകളിലേക്കും കൂടെ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ആ ഒരു വിഷയത്തിൽ, അതായത് വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈഗിളിന്റെ ഒക്കെ ഈ ലൈവില് ഒരു പയ്യൻ മോഡറേറ്റർ ആയിട്ട് വന്നിരിക്കാറുണ്ട്. അപ്പം ആ പയ്യൻ കഴിഞ്ഞ ദിവസം മരിച്ചു. അവന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈഗിള് കഴിഞ്ഞ ദിവസം ലൈവിൽ പറയുന്നുണ്ട്. അതുകൂടാതെ ഈഗിളിന്റെയൊക്കെ ഈ ലൈവ് കാണാൻ വന്നിരിക്കുന്ന കുട്ടികളോട് ഒരു ചെറിയ തന്ത വൈബ് ഈഗിള് കാണിക്കുന്നുണ്ട്. തന്ത വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗിളിന്റെ ഭാഷയിൽ അതൊരു തന്ത വൈബ്. പക്ഷെ അവൻ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഈഗിൾ അത് എല്ലാവരും മനസ്സിലാക്കണമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ കുറെ ആളുകൾ അതൊരു തന്ത വൈബ് ആ ഒരു മൂഡിൽ വന്നിരിക്കട്ടെ. ഇപ്പൊ ഞാനിത് പറയുന്നത് കേട്ടാലും കുറെ പേര് ആ ഒരു സാധനം എടുക്കും. എടുത്തോട്ടെ, ഐ ഡോണ്ട് കെയർ മക്കളെ. പക്ഷെ മനസ്സിലാക്കാൻ ഇത്തിരി ബോധമുള്ളവർക്ക് മനസ്സിലാകും. നിന്റെയൊക്കെ വീട്ടുകാരിത് കാണുന്നുണ്ടെങ്കിൽ അവരും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു തുടങ്ങാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. നമ്മുടെയൊക്കെ ചാറ്റിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ഒരു മോഡറേറ്റർ പയ്യന് മരിച്ചുപോയി. പക്ഷെ എനിക്ക് അവനെ ഒന്ന് നേരിട്ട് കാണാൻ എനിക്ക് ഇതുവരെ പറ്റിയില്ല. അപ്പോൾ പയ്യൻ മരിച്ചു പോയപ്പോഴാണ് ഞാൻ ഇന്നാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ അവൻ്റെ പരിചയമുള്ള കുറച്ച് ആൾക്കാർ ആരും അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അവൻ അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള മോഡറേറ്റേഴ്സായിട്ടൊന്നും അത്രയ്ക്ക് ക്ലോസ് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ഒരാളും അല്ല. അതുകൊണ്ട് നമ്മൾ അറിയാൻ ഭയങ്കര ലേറ്റ് ആയിപ്പോയി. അവനൊരു ഇൻട്രോവേർട്ട് ആണ് ആക്ച്വലി. അപ്പോൾ ഞാനിപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി. എൻ്റെ വൈഫിനെ കൊണ്ട് വൈഫിന് ചെക്കപ്പ് ഡേറ്റ് ആയിരുന്നു. അപ്പം ട്രിവാൻഡ്രത്ത് ആശുപത്രി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഞാൻ അറിയുന്നത്. ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരെ അവൻ്റെ വീട്ടിൽ പോയി. അവൻ്റെ അച്ഛനോടും അമ്മയോട് സംസാരിച്ചില്ല, അച്ഛനോടും അനിയത്തിയോടും എല്ലാം സംസാരിച്ചിട്ടാണ് ഞാൻ ഈ ലൈവ് ഇടുന്നത്. അപ്പം നമ്മുടെ ചാറ്റിലൊക്കെ ഇത്രയും ദിവസം, അതായത് ഒരു 24 hours ലൈവ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ചിലപ്പോൾ എൻ്റെ സ്ട്രീമിൽ ഉണ്ടായിരുന്നത് അവനായിരിക്കും. അശ്വിനെ മോനെ, റെസ്റ്റ് ഇൻ പീസ്. എനിക്ക് നിന്നെ ഒന്നും നേരിട്ട് കാണാൻ പറ്റിയില്ല. അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞുള്ള ഏറ്റവും വലിയ വിഷമം. ഓക്കെ, അപ്പോ ഈഗിൾ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അവന്റെ ലൈവിലൊക്കെ വരുന്ന, അവന്റെ മാത്രമല്ല വേറെ ഒരുപാട് പേരുടെ ലൈവിൽ വരുന്ന ഒരു പയ്യനായിരുന്നു, മോഡറേറ്റർ ആയിട്ട് ഇരിക്കുന്ന ഒരു പയ്യനായിരുന്നു. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് എല്ലാ ക്ലിപ്പും ഈഗിൾ പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും വെച്ച് തരാൻ പറ്റില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഞാനായിട്ട് തന്നെ പറയാം. ഈഗിൾ പറഞ്ഞത് വെച്ച് ഒരുപാട് ഗെയിമേഴ്സിന്റെ ഒരു ലൈവിൽ വന്നിരുന്ന മോഡറേറ്റർ ആയിരിക്കുന്ന ഒരു പയ്യനാണ്. അവനൊരു ഇൻട്രോവേർട്ട് പോലെയാണ് എന്നാണ് ഈഗിൾ പറയുന്നത്. ആൻഡ് ഈഗിളിന്റെ പലപ്പോഴുള്ള സംസാരത്തിലുണ്ടല്ലോ, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, വളരെ ഓപ്പൺ ആണ്. ഈഗിള് ഊക്കേണ്ട രീതിയിൽ ഊക്കി തന്നെ സംസാരിക്കും. പറയേണ്ട കാര്യങ്ങൾ മുഖത്തടിച്ച കണക്ക് പറയുന്ന ഒരു വ്യക്തിയാണ് ഈഗിൾ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈഗിളിന്റെ ലൈവിൽ നിന്നൊക്കെ. അപ്പൊ ഈഗിള് ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കേസ് ഉണ്ട്. അതായത് ഈ ഈഗിളിനെക്കാട്ടിലും കൂടുതൽ, ഈഗിൾ ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഈഗിളിനെക്കാട്ടിലും കൂടുതൽ ആ ലൈവിൽ ചിലപ്പോൾ ആ പയ്യനായിരിക്കും ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഈഗിൾ പറയുന്നുണ്ട്. ഈഗിൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അവനോട് എന്നിട്ട് അത് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് ഈഗിള്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഭയങ്കരമായിട്ട് ഈ ഒരു ഗെയിമേഴ്സിന്റെ ഒക്കെ ലൈവിൽ വന്നിരുന്ന് ഇവർ യൂക്കുന്നതും കഥ പറയുന്നതും ഒക്കെ കേട്ടോണ്ട് ഇങ്ങനെ മണിക്കൂറുകളോളം ഇരിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തെ ഓർത്ത് നിങ്ങളിങ്ങനെ നിങ്ങളുടെ സമയം കളഞ്ഞ്, ഇത് ഈഗിളും പറയുന്ന ഒരു കാര്യമാണ്, ഈഗിളുടെ ലൈവിൽ തന്നെ പറയുന്നുണ്ട്, ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ ഇങ്ങനെ കുത്തി ഈ ലൈവും കണ്ടുകൊണ്ടിരിക്കാതിരിക്കുക. ഇപ്പം നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈവിന് കയറി ഇതെല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാർ അവരുടെ വഴി നോക്കി പോകും. എനിക്ക് തോന്നുന്നു ഗെയിമേഴ്സിന്റെ ഇടയിലോട്ട് വരുമ്പോഴത്തേക്കായിരിക്കും ഈ ഗെയിമിങ് അല്ലെങ്കിൽ ഈഗിളിന്റെ ഒക്കെ സാധനം. ഈഗിളിന്റെ ലൈവ് നമ്മൾ എത്ര വേണമെങ്കിലും, എനിക്ക് മനസ്സിലാവും നിങ്ങളെ പോലെ തന്നെ ഞാനും ഈഗിളിന്റെ ലൈവ് വന്നു കഴിഞ്ഞാൽ കുറെ നേരം കണ്ടോണ്ടിരിക്കും. കാരണം നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാൻ. പക്ഷെ എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഇതെല്ലാം ഓർക്കണം, നിങ്ങളുടെ ഫിസിക് ഇതെല്ലാം ആലോചിക്കുക.
24 മണിക്കൂറും കിടന്ന് അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കാണ് പേഴ്സണലി പ്രശ്നം വരുന്നത്. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്റർടൈൻഡ് ആവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അതായിരിക്കും വേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും പല പ്രശ്നങ്ങളുള്ളവരായിരിക്കും, അതിനകത്തുനിന്നൊക്കെ ഒരു എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ കണ്ട് കുറച്ചു നേരം സന്തോഷിക്കുന്നത്. പക്ഷെ അതൊരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ അതിന്റെ ഒരു ദോഷം നിങ്ങൾക്ക് തന്നെ വരുള്ളൂ. ഇപ്പൊ കണ്ടോണ്ടിരിക്കുമ്പോൾ ഈഗിളിന് ഇപ്പൊ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. അവൻ അപ്പോഴും അത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനറിയാം അവന് പൈസ കിട്ടും. പക്ഷെ നിങ്ങളാണ് ഇപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങളിത് കാണുന്നതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും കിട്ടുന്നത് എന്ന് വെച്ചിട്ട് മറ്റേ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എല്ലാം മൊത്തത്തിൽ നമ്മളെ അങ്ങ് ട്രസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ ഇത് കണ്ടോണ്ടിരിക്കുക, അങ്ങനെ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകരുത്. അത് നിങ്ങളുടെ മെന്റലി നിങ്ങളെ അത് തളർത്തും. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ പോലും എന്റെ ഈ ഒരു വീഡിയോ എടുത്ത് ഞാനത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്റെ കാര്യം നോക്കി പോകും. ഞാൻ പിന്നെ ഈ ഫോണും നോക്കി 24 മണിക്കൂർ ഇരിക്കാറില്ല. ഞാൻ എന്റെ എനിക്ക് വളരെ ക്ലോസ് ഫ്രണ്ട്സ് സർക്കിൾസ് ഉള്ളിടത്ത് മാത്രമേ ഞാൻ കുറച്ചും കൂടെ ഓപ്പൺ ആവാറുള്ളൂ. ഞാൻ അങ്ങോട്ടേക്ക് പോകും. ഞാൻ ചിലപ്പോൾ എന്റെ വീട് ആലപ്പിയാണ്, ഞാൻ ഇവിടുന്ന് എറണാകുളം പോകും, എന്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെയാണ്, അവിടെ പോകും. ഇല്ലെങ്കിൽ പുറത്തുള്ള എന്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. അല്ലാതെ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള കമ്പനികളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ അവിടെ ഇരിക്കാറില്ല. നിങ്ങളും ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക, ആളുകളോട് സംസാരിക്കുക, ഇന്ററാക്ട് ചെയ്യുക, ഫാമിലി ആയിട്ട് ചില്ല് ചെയ്യുക, ഇതൊക്കെ വേണം. ഇതൊക്കെ ഒരുപാട് പേര്, പ്രത്യേകിച്ച് ഈ കുട്ടികൾ, ഗെയിമേഴ്സിന്റെ ഒരു ഗെയിമിംഗ് ലൈവിംഗ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ മറന്നു പോകുന്നുണ്ട്. പാരന്റ്സ് ആണെങ്കിലും അവരെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബാക്കി ഇനിയിപ്പോ ആ പയ്യൻ മരിച്ചതിന്റെ കുറച്ച് കാര്യങ്ങളും എന്താണ് അവന് പറ്റിയതെന്നല്ല ഈഗിൾ പറയുന്നുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇപ്പം ഞാൻ അവന്റെ വീട്ടിൽ പോയപ്പം എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എല്ലാവരും സൂയിസൈഡ് എന്നൊക്കെയാണ് പറഞ്ഞത്. സൂയിസൈഡ് ആണെന്നോ അല്ലയോ എന്നൊന്നും ഇപ്പോഴും അറിഞ്ഞുകൂടാ. ഞാൻ അവന്റെ വീട്ടിൽ ചെന്നപ്പം മെയിനായിട്ട് ഞാൻ അവൻ്റെ അടുത്ത് കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലാസ്റ്റ് 24 hours ലൈവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവനോട് ഞാൻ പറയുന്നുണ്ട്, എടാ നീ പോയി കിടന്ന് ഉറങ്ങ്, നീ ഫുൾ ടൈം ഇവിടെ ഉണ്ടല്ലോ, നിനക്ക് ഇത് തന്നെയാണോ പണി എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. ഈഗിള് തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈഗിള് തന്നെ പലപ്പോഴും അവനോട് ലാസ്റ്റ് ലൈവിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എടാ പോയി കിടന്ന് ഉറങ്ങ്. കാരണം ഈ ലൈവ് കൊണ്ട് ഗുണം ഈഗിളിനാണ് ഏറ്റവും കൂടുതൽ. ആ ഈഗിള് തന്നെ ആൾക്കാർ ഇരിക്കും തോറും എന്നിട്ട് ഈഗിള് തന്നെ പറയുന്നുണ്ട്, എടാ നീ പോയി കിടന്ന് ഉറങ്ങ്. കാരണം അഡിക്ഷൻ ആണ് ഇതൊരു പരിധിയിൽ കൂടുതൽ. ഈ ഡ്രഗ്സ്, കള്ള് അല്ലെങ്കിൽ സ്മോക്ക്, ഇതുപോലുള്ള ഒരു അഡിക്ഷൻ ആണ് സത്യം പറഞ്ഞാൽ പല കുട്ടികൾക്കും ഈ ഒരു ഗെയിമിങ്. ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ബെനിഫിറ്റ്. ഇപ്പം ഈഗിളിനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗെയിമിംഗ് കൊണ്ട് തന്നെ അവൻ ഒരുപാട് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവന് അതിന്റെ ടൈം ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഇത് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ഇത്ര കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കാണാം നിങ്ങൾക്ക്, ഞങ്ങൾ എന്റർടൈൻഡ് ആവുന്നുണ്ട്. ആയിക്കോളൂ. പക്ഷെ അത് നിങ്ങൾ ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞത് ഈ ഒരു സാധനത്തിനകത്തൂടെ നിങ്ങൾ ഇരുന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ആപ്പ് സിസ്റ്റം ഇതുവഴി കാണുമ്പോൾ നിങ്ങൾ എന്റർടൈൻഡ് ആവുന്നതാ. ഈ എന്റർടൈൻമെന്റ് നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇരിക്കുക, അതും കൂടെ നിങ്ങളൊന്ന് ചെയ്യുക. അല്ലാതെ 24/7 ഈ ഒരു ലൈവും കണ്ട് ഇങ്ങനെ ഇരിക്കാതിരിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ എടുക്കണമെങ്കിൽ എടുക്കാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. കാരണം ദോഷം നിങ്ങൾക്കാണ്, വേറെ ആർക്കും അല്ല. ബാക്കി അപ്പം ഞാനും വീട്ടിൽ ചെന്നപ്പം ഞാനും വിചാരിച്ചതെന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര അങ്ങ് പുറത്തൊന്നും ഇറങ്ങാത്ത അങ്ങനത്തെ ഒരു ടൈപ്പ്, വീട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരു ടൈപ്പ് എന്നുള്ള രീതിയിലാണ് ഞാനും വിചാരിച്ചിരുന്നത്. അപ്പം അവൻ്റെ വീട്ടിൽ ചെന്നപ്പം അവർക്കറിയാവുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ 30-ാം തീയതി രാത്രി 12 മണിക്ക് അവൻ വീട്ടിൽ നിന്ന് ബൈക്കും എടുത്ത് ഇറങ്ങി, ആരോടും ഒന്നും പറയാതെ. ഒരു രാത്രി ഒരു 12:30 ആയപ്പോഴത്തേക്കിനും 30-ാം തീയതി രാത്രിയിൽ. അതിന്റെ തൊട്ട് 2 ദിവസം മുമ്പ് എനിക്ക് രഘുലിനും ഈ ടീഷർട്ട് എനിക്ക് അവൻ അയച്ചു തന്നിട്ട്, ഈ ടീഷർട്ട് അവൻ എനിക്ക് അയച്ചു തന്നതാ. ഈ ടീഷർട്ട് എനിക്ക് അയച്ചു തന്നിട്ട് അവൻ എന്നോട് പറഞ്ഞ്, ഈഗിൾ ബ്രോ ഇത് കുറെ നാളായിട്ട് ഞങ്ങളൊരു ഗിഫ്റ്റ് തരണമെന്ന് വിചാരിച്ചിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ടീഷർട്ട് എനിക്ക് രഘുലിനും ഒരേപോലത്തെ ടീഷർട്ട് അയച്ചു തന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കട്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ് അവൻ. 30-ാം തീയതി രാത്രി 12 മണിയായപ്പം അവൻ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് പോയിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ വീട്ടുകാരുടെ അടുത്തൊന്നും ആരടുത്തും ഒന്നും പറഞ്ഞില്ല. അപ്പൊ അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ പത്രത്തിന്റെ ഏജന്റാണ്, പത്രമൊക്കെ ഇടുന്നതിന്റെ ഏജന്റാണ്. അപ്പോൾ അവൻ രാവിലെ 3 മണിക്ക് എണ്ണീറ്റപ്പം വീട്ടിൽ വണ്ടി കാണാതായപ്പോഴത്തേക്കിന് ആള് പെട്ടെന്ന് പാനിക്കായിട്ട് അവനെ വിളിച്ചപ്പം വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയത്തില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അവന്റെ 10ാം ക്ലാസ് +2ന്റെ എല്ലാ സർട്ടിഫിക്കറ്റ് എടുത്ത്,
പേരൻസിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോ കയ്യിലെടുത്ത്, ഫാമിലി ഫോട്ടോ ഒരെണ്ണം കയ്യിലെടുത്ത്, അതുപോലെ തന്നെ വേറെ പൈസ, പേഴ്സ്, ഡ്രസ്സ് ഒന്നും എടുത്തില്ല. അവൻ കിടന്നിരുന്ന കട്ടിലൊക്കെ വിരിച്ചിട്ട് ലാപ്ടോപ്പൊക്കെ എടുത്ത് അലമാരിൽ സേഫായിട്ട് വെച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി. അത് അവരവരുടെ CCTV ക്യാമറയിൽ, വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു CCTV ക്യാമറയിലാണ് അത് കാണുന്നത്. ഈ പോർഷനിലാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത്. അതായത് ഈ പയ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവര് കണ്ടിട്ടുണ്ട്, അതായത് അപ്പുറത്തെ വീട്ടിലെ CCTVയിലാണ് കണ്ടതെന്ന് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാം. പക്ഷെ ഈ വീടിനകത്ത് ഇവൻ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് പോയി, അതുപോലെ തന്നെയുള്ള ഒരു വീട്ടിനകത്തുനിന്ന് പേഴ്സും പൈസയും ഒന്നും എടുത്തിട്ടില്ല. ഇത് അവര് സെർച്ച് ചെയ്തപ്പോൾ ചിലപ്പം കിട്ടിയതായിരിക്കാം, ചിലപ്പോൾ മനസ്സിലായതായിരിക്കും അവിടുന്ന് പൈസയും കാര്യങ്ങളൊന്നും പോയിട്ടില്ല, പക്ഷെ സർട്ടിഫിക്കറ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത് എന്ന് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ മനസ്സിലാക്കിയത്. ഇവൻ തിരിച്ചിറങ്ങി ആ വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്ത് ഇറങ്ങി പോകുന്ന മാത്രമേ CCTV ഓക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു സംശയം എന്താണെന്നറിയോ, അവൻ സൂയിസൈഡ് ചെയ്തതാണെങ്കിൽ, അങ്ങനെ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ, സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന വ്യക്തി എന്തിനാണ് അവന്റെ +1 അല്ല 10th-ന്റെയും +2-ന്റെയും സർട്ടിഫിക്കറ്റ്, അമ്മയുടെ അച്ഛൻ്റെയും ഫോട്ടോ, ഓക്കെ അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോ മനസ്സിലാക്കാം, ഓക്കെ അവൻ ആ ഒരു ഇമോഷണൽ ചിലപ്പോൾ എന്തെങ്കിലും കൊണ്ടെടുത്തതായിരിക്കാം. പക്ഷെ ഈ സർട്ടിഫിക്കറ്റ്സും കൊണ്ട് പോകേണ്ട കാര്യം പൈസയൊന്നും എടുക്കാതെ, അതെന്തോ എനിക്കത് കേട്ടപ്പോഴത്തേക്ക് എന്തോ ഒരു ഡൗട്ടായിട്ട് തോന്നി. ബാക്കി നിങ്ങൾ കേക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് ബോഡി 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നലെ എന്തോ ആണ് ബോഡി കിട്ടിയത്. ബോഡി കിട്ടി. അവൻ്റെ വണ്ടിയും ഫോണും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. സേഫായിട്ടിരിക്കും പ്ലീസ്, ദയവ് ചെയ്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. ഈ ലൈവും ഒന്നും മാത്രമല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് അന്നും ഇന്നും പറയണ ഒറ്റ കാര്യമുള്ളൂ. ആ വീട്ടിൽ പോയതുകൊണ്ട് ഞാൻ പറയുവാണ്, എനിക്കത് വലുതായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഞാൻ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോട് സംസാരിച്ചുകൊണ്ട് ഞാൻ പറയുക, നിങ്ങളിത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം കാണണം. നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്തോട്ട് കുറേ ഫ്രണ്ട്ഷിപ്പും എന്തെങ്കിലുമൊക്കെ വേണം. ഞാൻ ഇപ്പോഴേ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, എന്തെങ്കിലുമൊക്കെ വേണം നിങ്ങൾക്ക് പുറത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം തന്നെ, അത്രേ ഉള്ളൂ, വേറൊന്നുമല്ല. ഈ 24 മണിക്കൂറും ഇപ്പൊ ഈഗിള് പറഞ്ഞ കണക്ക് ഈ ഗെയിം മയിലും തേങ്ങയൊന്നും അല്ല. 24 മണിക്കൂറും ഇത് നോക്കി ഇങ്ങനെ ഇരിക്കരുത്. ഇവിടെ വീട്ടിൽ ഒരുത്തരുണ്ട്, ഞാൻ നല്ല രീതിയിൽ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. വേറൊന്നുമല്ല, കണ്ടോളൂ. ഗെയിം ആണെങ്കിലും ഗെയിമേഴ്സിന്റെ ലൈവ് ആണെങ്കിലും നല്ല രസമാണ്, നമ്മളും ഒക്കെ കാണുന്നതാണ്, എന്റർടൈനിങ് ആണ്. പക്ഷെ കൂടിപ്പോയ ഒരു 1 hour മാക്സിമം, അതിന്റെ അപ്പുറത്തേക്കൊന്നും ഒരു സാധനം തന്നെ ഇല്ലെങ്കിൽ ഒരു കൊണയടി തന്നെ കേട്ടോണ്ടിരിക്കരുത്. അത് ആരുടെയാണെങ്കിലും മക്കളെ, നിന്റെയൊക്കെ ജീവിതം തന്നെ മുങ്ങിപ്പോവും. വേറെ ആർക്കും പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പോകാനില്ല. ഇപ്പൊ പോയപ്പോ ആർക്ക് പോയി? ആ പയ്യന് പോയി. ഈഗിളിനും അതാണ് പൊട്ടുന്നത്. ഈഗിളിന് പേഴ്സണലി നമുക്ക് അവന്റെ സ്ഥിരം അവനെ കാണുന്നവർക്ക് മനസ്സിലാവും. അവൻ ഊക്കുന്ന രീതിയിൽ അവൻ നല്ല ഊക്കുകയും ചെയ്യും. അവന് പൊട്ടിക്കഴിഞ്ഞാൽ അവൻ അതുപോലെ സംസാരിക്കാറുണ്ട്. അപ്പൊ അവന് നല്ല രീതിയിൽ അവന് മനസ്സ് കൊണ്ടിട്ട് തന്നെയാണ് അവനത് പറയുന്നത്. കാരണം പോയി കഴിഞ്ഞാൽ നിനക്കൊക്കെ തന്നെ പോകത്തുള്ളൂ. ഇവിടെ നമുക്കാർക്കും ഒന്നും പോകത്തില്ല. അത് മനസ്സിലാക്കുക. വീട്ടുകാരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഈ 24 മണിക്കൂറും കഥവും കുറ്റിയിട്ട് അകത്ത് കയറി ഇരിക്കുന്നവന്മാര് എന്ത് മാങ്ങാണ്ടിയവന്മാര് കാണിക്കും. ചിലപ്പോൾ ഒന്നും കാണിക്കുന്നില്ലായിരിക്കും, ചിലപ്പോൾ ഈ ലൈവ് കണ്ടോണ്ടിരിക്കുമായിരിക്കും. പക്ഷെ എന്താണ് അവർക്ക് ഗുണം ഉണ്ടാവുന്നത് അതിനകത്തുനിന്ന്? എന്തെങ്കിലും ഗുണമുണ്ടോ നിനക്കൊക്കെ? ഇപ്പൊ ചില ആൾക്കാർക്ക് ഗുണമുണ്ട്. എങ്ങനെയാണെന്നറിയാവോ? അവര് ഈ ലൈവ്, ഇപ്പൊ ഈഗിളിന്റെ ആണെങ്കിലും ലൈവ് കണ്ടിട്ട് ചില പോർഷൻസ് ഒക്കെ, ഈ പയ്യനാണെങ്കിലും ചില പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ അവൻ വേറെ എങ്ങും കൊണ്ടൊന്നും ഇടാറുമില്ല. അവനൊരു ഗെയിമർ അല്ല. ഇപ്പം ഈഗിൾ തന്നെ പറയുന്നുണ്ട്, അവന്റെ വീട്ടിൽ പോയി തിരക്കിയപ്പോഴത്തേക്ക് അവൻ ഗെയിമൊന്നും കളിക്കാറില്ല. അവൻ ഈ ഈഗിളിന്റെ നമ്മുടെ എല്ലാവരുടെയും കൊണയടി കേൾക്കാനായിട്ട്, നമ്മുടെ എല്ലാ ഈഗിളിന്റെ കൊണയടി കേട്ട് ഒരു എന്റർടൈനിങ് നല്ലതാണ്. അവന് ചിലപ്പം വേറെ ഒരുപാട് പ്രശ്നങ്ങൾ കാണാം, ചിലപ്പോൾ അതിനകത്തൊന്നും ഒരു റിക്കവർ ആവാൻ അവൻ കാണുന്നത് ഇതായിരിക്കും, ആയിക്കോട്ടെ. പക്ഷെ ഇതേന്നും പറഞ്ഞിരുന്ന് കുറെ ക്ലിപ്പുകൾ കട്ട് ചെയ്തെടുത്ത് അത് വേറെ ചാനലിൽ ഇട്ട് കാശുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇതൊക്കെ ഗുണമാണ്. അതല്ലാതെ ചുമ്മാ ഈ കൊണയടിയും കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുന്നവർക്ക് ഒരു ഗുണവും ഇല്ല. നിനക്കൊക്കെ നിന്റെയൊക്കെ സമയം തന്നെ പൊക്കോണ്ടിരിക്കുക, മനസ്സിലായില്ലേ? അതൊന്ന് മനത്തിലാക്ക്. എന്നിട്ട് നോക്കി കണ്ട് ഇരുന്നോ. പക്ഷെ അതിനൊരു ടൈം ലിമിറ്റ് വെക്ക്. ഇല്ലെങ്കിൽ പോകുന്നത് നിന്റെയൊക്കെ വീട്ടുകാർക്കായിരിക്കും, നമുക്കാർക്കും ഒന്നും. ഇപ്പൊ ഈഗിളിനാണെങ്കിലും പ്രത്യേകിച്ചൊന്നും സങ്കടം വരും. എത്ര ദിവസം സങ്കടിക്കും? ഒരു 2-3 ദിവസം ഇരുന്ന് സങ്കടിച്ചോണ്ടിരിക്കും നമ്മളൊക്കെ. അത് കഴിഞ്ഞാൽ നമ്മളൊക്കെ മറക്കും. ഈഗിളാണെങ്കിലും മറക്കും. കാരണം അവന്റെ ലൈഫ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ഈഗിളിന്റെ കമന്റ് ബോക്സിൽ ഞങ്ങളുടെ ഒരു കമന്റ് ആണ് ഞാൻ അതൊന്ന് പറ്റുവാണെങ്കിൽ എടുത്ത് സ്ക്രീൻഷോട്ടോടെ വെച്ചേക്കാം. എന്താണ് ജീവിക്കുന്നു ബ്രോ, എന്താ ഈ പയ്യൻ, മരിച്ച പയ്യൻ ജീവിക്കുന്നു 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 ഞങ്ങളിലൂടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സാധനം ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കാം. ഒരുത്തൻ കമന്റ് ഇട്ടിരിക്കുക. ഇവനൊക്കെ എന്ത് വിവരക്കേടാണെന്ന് ഞാനത് കണ്ടപ്പോ ആലോചിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എടാ നിന്നിലൂടെ അവൻ ജീവിച്ചിട്ട് എന്നെ മാങ്ങാണ്ടി ഉണ്ടാക്കാനാ? നീ അവന്റെ വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുവോ? ഈ കമന്റ് ഇട്ടവനോടാ ഒരുത്തൻ. അവൻ ജീവിച്ചിരുന്നാലേ അവന്റെ വീട്ടുകാർക്കും അവനൊക്കെ ഗുണമുള്ളൂ. അല്ലാതെ നിന്നിനകത്തൂടെ മറ്റേ ജീവിച്ചിരുന്നിട്ട് എന്നെ ഉണ്ടാക്കാന് പണ്ടത്തെ മറ്റേ കൊണ ഡയലോഗൊന്നും അടിച്ചോണ്ട് ഇപ്പൊ ഇറങ്ങരുത്. ജീവിക്കുന്ന ഇങ്ങനെയുള്ള വിവരക്കേട് പിള്ളേരാണ് സത്യം പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. ഞാൻ അവരോട് വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ. ഈ കൊണയടി ഇങ്ങനെ കണ്ടോണ്ടിരുന്നു, സ്വന്തമായിട്ടിരുന്നല്ല കൊണയടിച്ചു വല്ല കാശുണ്ടാക്കുക. കണ്ടോണ്ടിരിക്കുന്നതൊക്കെ നല്ലതാ, പക്ഷെ അതിനൊരു ലിമിറ്റ് വെക്കണം. അല്ലെങ്കിൽ നിന്റെയൊക്കെ വീട്ടുകാർക്കേ പോകത്തുള്ളൂ. നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും പോകാനില്ല. ഇതിപ്പോ ഞാൻ പറയുന്നത് തന്നെ എനിക്ക് കണ്ടന്റ്, അതും കൂടെ ഞാൻ ഉള്ള കാര്യം ഞാൻ പറയും. അതെന്റെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാം.
നമുക്കും കണ്ടന്റാ, നമുക്കും കാശാ, അത്രേ ഉള്ളൂ. പിന്നെ ആ ഒരു പറയുന്നതിനകത്തൊന്നും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായാൽ അത് നമുക്കൊരു സമാധാനം കിട്ടും. അതെനിക്കും ഉണ്ട് കേട്ടാ. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് സംസാരിക്കാനും വെളിയിൽ പോകാനും ഒക്കെ ആൾക്കാരൊക്കെ വേണം. ഈ ഗെയിം കളിച്ചുകൊണ്ടും ഇത് കളിച്ചുകൊണ്ടും അല്ലെങ്കിൽ വേറെ എന്തിലായിക്കോട്ടെ ഒന്നിലും അഡിക്റ്റീവായിട്ട് ദയവ് തിരിക്കരുത്. ഞാൻ ഇപ്പോഴേ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങളവിടെ പോയി ആ അവസ്ഥ കണ്ടുകൊണ്ട് പറയുക. മേ ബി എനിക്ക് അറിഞ്ഞുകൂടാ അത് എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല. ബാക്കിയൊക്കെ കേസും കാര്യങ്ങളൊക്കെ. ആൻഡ് പ്ലീസ് ബി, നിങ്ങൾ ഇപ്പോൾ കുറേ സ്കാംസും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. കുറേ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പുണ്ടച്ചികൾ കുറേ പേര് അതും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളുടെ ഇതിനകത്തൊന്നും നിങ്ങളുടെ പൈസ ഒന്നും കൊണ്ട് ഫിനാൻഷ്യലി ഡൗൺ ആവരുത്. നിങ്ങൾ ഈ പ്രായത്തിൽ ഏറ്റവും വലിയ മെയിനായിട്ട് നിങ്ങളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്, ഈ പൈസ എന്നുള്ള കാര്യം. സമയമുണ്ട് കൈസ്, എല്ലാത്തിനും സമയമുണ്ട്. നിങ്ങൾ അതിനൊക്കെ സമയം ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് പയ്യെ പൈസയും കാര്യങ്ങളൊക്കെ പയ്യെ ഉണ്ടാക്കാം. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. നിനക്കൊക്കെ തെറി കേൾക്കാനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ഇകൾ പറഞ്ഞതിനകത്തൊന്നും മനസ്സിലായല്ലോ. പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ജിംഗിളികളോട് ഇൻഫ്ലുവൻസേഴ്സിന് ഈ പണ്ട് തൊട്ടെ കുറച്ചായിട്ട് തന്നെ ഞാൻ കാണുന്നതിന് ഈഗിളിന് നല്ല പുച്ഛമാണ്. ഈഗിൾ അങ്ങനെ ഈ പ്രൊഡക്റ്റുകൾ എന്ന് മാത്രമല്ല, ഈഗിൾ ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അക്കാര്യത്തിൽ എനിക്ക് ഇച്ചിരി ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാവൻ. ചില യൂട്യൂബേഴ്സിനെ, ചില ഇൻഫ്ലുവൻസേഴ്സിനെ, യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ്, നമ്മുടെ ഇൻസ്റ്റയിൽ കിടന്ന് ജിങ്കിടി, ഇൻസ്റ്റയിൽ മാത്രമേ അവർക്ക് ഓടുന്നുള്ളൂ വീഡിയോസ്, മനസ്സിലായില്ല. അവരുടെ വലിയ വീഡിയോസ് ഒന്നും ഇപ്പൊ കാണാൻ ആൾക്കാരില്ല. എന്നാൽ യൂട്യൂബ് നമ്മുടെ 2-3 വർഷം മുമ്പൊക്കെ ഇവിടെ ചില്ലായിട്ട് ഓടി നടന്നുകൊണ്ടിരുന്ന ടീമുകളാണ്. എന്റെ സ്വന്തം നാട്ടുകാരൻ തന്നെ ഉണ്ട് ഒരുത്തൻ, അവനിപ്പോ ഇറങ്ങിയിരിക്കുകയാണ് സ്ഥിരം പ്രൊമോഷൻ, ഗെയിം പ്രൊമോഷൻ. വേറെ മാർഗമില്ല, വീഡിയോസ് റീച്ച് ആവുന്നില്ല, ഒന്നുമില്ല. കാരണം നാട്ടുകാരുടെ ഫ്രണ്ടിൽ അവൻ എക്സ്പോസ്ഡ് ആയി, അവൻ വെറും കണ്ണുണ്ണിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ചെയ്യുന്ന പരിപാടി നാട്ടുകാരെ പറ്റിക്കുക, പ്രൊമോഷണൽ വീഡിയോസ്. എന്നിട്ട് ലാസ്റ്റ് മറ്റേ ഡയലോഗും വെക്കും, നിങ്ങൾ ആരും ഞാൻ പറഞ്ഞത് കേട്ടതുകൊണ്ട് മാത്രം ചെയ്യരുത്. എന്നാ പിന്നെ വീഡിയോ ചെയ്യാതിരുന്നാ പോരേടാ, നീ പ്രൊമോട്ട് ചെയ്യാതിരുന്നാ പോരെ. അവന് കാശ് വേണം, അതിനുവേണ്ടി അവൻ ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ഡയലോഗും, ഞാൻ പറയുന്ന മാത്രം കേട്ടിട്ട് നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുത്, കാശ് പോയാൽ എന്നോട് ചോദിക്കരുത്. ഇതും പറഞ്ഞു വെക്കുന്നുണ്ട്, ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്ത് ഇവിടെ ഈ നേരത്തെ ഞാൻ നിങ്ങൾ പറഞ്ഞ ആ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല, ഇങ്ങനെയുള്ള കുറച്ച് ടീമുകളുണ്ട് ഇവിടെ. അപ്പം അവരൊക്കെ കാണിക്കുന്ന പരിപാടിയിലും ഈ വീട്ടിൽ ഇരുന്ന് ഈ ഗെയിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ദൈവത്തെ ഓർത്ത് പോയി ചാടാതിരിക്കുക. വീട്ടിൽ ഇരുന്ന് തന്നെ കാശുണ്ടാക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നേരെ പോയി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഗെയിം കളിച്ച് മക്കളെ നഷ്ടം വരും. മനസ്സിലായില്ലേ? നഷ്ടം വരും. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചില സുഹൃത്തുക്കൾ ഇരിക്കുന്നത്, വലിയ ലാഭമൊന്നുമില്ല, 10-15 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആ സമയത്ത് വേറെ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യും, നിങ്ങൾക്ക് ഗുണമുണ്ട്. വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നിങ്ങൾ പോയി, ഇപ്പൊ ഈ പയ്യന്റെ, ഞാനിതിവിടെ പറയാനുള്ള ഒരു കാര്യം ഈഗിളും പറഞ്ഞാലപ്പോ ഇതുകൊണ്ടായിരിക്കാം, വേറൊന്നുമല്ല. ഇപ്പൊ ഇവൻ എന്തുകൊണ്ടാണ് ഇവന്റെ സൂയിസൈഡിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇവന്റെ ലെങ്സിൽ ഇപ്പം വന്നിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന്, ഇവന്റെ ലെങ്സിൽ വെള്ളം കയറിയാണ് ഇവൻ മരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു സാധനമാണ്. പക്ഷെ ഈ പയ്യന്റെ ബൈക്ക്, ഇവന്റെ ഫോൺ, ഇതൊന്നും കിട്ടിയിട്ടില്ല. അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്കെന്തോ ഈ അവൻ വീട്ടിൽ നിന്ന് രാത്രി പോയവൻ ഈ ഒരിക്കലും സൂയിസൈഡ് ചെയ്യാൻ പോകുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ്സും കൊണ്ട് എടുത്തുകൊണ്ട് പോയി അവൻ സൂയിസൈഡ് ചെയ്യേണ്ട കാര്യം എന്താന്ന് എനിക്കത് കേട്ടപ്പോൾ ഒരു സംശയം തോന്നി. നിങ്ങൾക്ക് അത് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിനകത്തൊരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. നമുക്കത് എന്തൊക്കെയോ, പിന്നെ ഈ CCTV അപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ടു, ഇവൻ വീട്ടിന് എന്തൊക്കെയോ എനിക്കൊരു എവിടെയൊക്കെയോ ചെറിയ കുഴപ്പങ്ങൾ ഉള്ളതായിട്ട് തോന്നി. പിന്നെ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിപ്രഷനോ എന്തെങ്കിലും മാങ്ങാണ്ടിയൊക്കെ വരികയാണെങ്കിൽ 10 പേരോട് സംസാരിക്കുക. എല്ലാവർക്കും കാണും ഏറ്റവും നല്ലൊരു സുഹൃത്ത്, ഒരു സുഹൃത്തെങ്കിലും കാണാതിരിക്കത്തില്ലല്ലോ, അയാളോട് ഓപ്പണായിട്ട് സംസാരിക്കുക. അല്ലാതെ ഈ സോഷ്യൽ മീഡിയ വഴി കാണുന്ന ആൾക്കാരുമായിട്ട് ഞാൻ അതിനെ അങ്ങോട്ട് അധികം പ്രൊമോട്ട് ചെയ്യത്തില്ല. സോഷ്യൽ മീഡിയ വരുന്ന കാണുന്നവരെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവരോട് ഡിസ്കസ് ചെയ്യും, ഒരിക്കലും ഞാൻ പറയില്ല. അതുപോലെ തന്നെ ഈ ലൈവില് ഇപ്പം ഈകള് പറയുന്നുണ്ട് അവന്റെ ആ ഒരു ചാറ്റിലൊക്കെ വന്നിട്ട് സംസാരിക്കുമെന്നൊക്കെ, ഞാൻ അതിനോടൊന്നും പറയില്ല, സപ്പോർട്ട് ചെയ്യില്ല. വീട്ടുകാരോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ കാര്യം. ഇനി അതും പറ്റില്ല, അതും പറ്റാത്ത ആൾക്കാരൊക്കെ കാണും. പറ്റുന്നില്ല എങ്കിൽ ഒരു സുഹൃത്തെങ്കിലും കാണത്തില്ലേ, ആ ഒരു സുഹൃത്തിനോട് ഉള്ള കാര്യങ്ങൾ പറയുക. നിങ്ങൾക്ക് ഒന്ന് മനസ്സ് ഫ്രീ ആവും. അല്ലാതെ എല്ലാം അകത്ത് വെച്ചിട്ട് എന്റർടൈൻമെന്റ് എങ്ങനെയെങ്കിലും എൻജോയ് ചെയ്തൊക്കെ മാറ്റാമെന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ചെന്ന് അതിനുവേണ്ടി ഈ ഗെയിമൊക്കെ കണ്ടോണ്ടിരുന്ന് കംപ്ലീറ്റ്ലി അതിനകത്തോട്ട് പോയി ജീവിതം ഇതേപോലെ തുലയ്ക്കരുത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഞാനിവിടെ പിള്ളേരെ ഒന്നും കളിയാക്കിയതോ അല്ലെങ്കിൽ മറ്റേ ഗെയിമിംഗ് കളിക്കുന്നവരാരും, ഗെയിമിംഗ് കാണുന്നവർ, ലൈവ് കാണുന്നവരാരും ഇനി കാണണ്ട, അങ്ങനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഒരു ലിമിറ്റ് വെക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ മറ്റേ കുളവാക്കാതിരിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഞാനും ജീവിക്കട്ടെ, കുട്ടോടിയൊക്കെ മേടിക്കട്ടെ മക്കളെ.